CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തിരഞ്ഞെടുപ്പിലെ അവഗണനയെ ചൊല്ലി UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പ് വരെ ടീം UDF എന്നും ജയിച്ചു കഴിഞ്ഞാൽ ടീം ലീഗ് എന്നുമുള്ള സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി നഗരസഭാ സ്ഥിരസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനം, പൊതുമരാമത്ത് എന്നിവയിൽ 6 വീതവും, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, വിദ്യാഭ്യാസകാര്യം എന്നീ സ്ഥിരസമിതികളിൽ 5 വീതവും അംഗങ്ങളാണുള്ളത്. ഇതിലേക്കുള്ള അധ്യക്ഷ തിരഞ്ഞെടുപ്പ് 13-ന് നടക്കും. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ ട്രാഫിക് സിഗ്നൽ സംവിധാനം മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. പുതിയ പരിഷ്കാരം വന്നതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിരത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. അങ്ങാടിപ്പുറം ചെറുപുഴയിലെ രൂക്ഷമായ മലിനീകരണ ഭീഷണി തടയാൻ കർശന നടപടിയുമായി അധികൃതർ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും പെരിന്തൽമണ്ണ നഗരസഭയുടെയും കൂട്ടായ നേതൃത്വത്തിൽ കേലുള്ള ചെറുപുഴ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടിയും തുടങ്ങും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തിരഞ്ഞെടുപ്പിലെ അവഗണനയെ ചൊല്ലി UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പ് വരെ ടീം UDF എന്നും ജയിച്ചു കഴിഞ്ഞാൽ ടീം ലീഗ് എന്നുമുള്ള സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പായിരുന്നു. എല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ കാലാവധിയിൽ 17 സീറ്റായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് 2 സീറ്റ് വർധനവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ ഇടയിൽ ഒരു സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് ലീഗിനും എന്നുള്ളത് UDF-ൽ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് അനുവദിച്ച സീറ്റിൽ അന്ന് മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ MLA-യുടെ അടക്കം സാന്നിധ്യത്തിൽ ഞങ്ങൾ DCC ഭാരവാഹികളും UDF-ൻ്റെ ചെയർമാനും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും പെരിന്തൽമണ്ണയിലെ നേതൃത്വവും ഉണ്ടാക്കിയൊരു ധാരണ ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന ഭരണസമിതിയിൽ കോൺഗ്രസ്സിന് അധികമായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തരാമെന്നുള്ളത്. നമുക്കറിയാം, ഇതിന് മുന്നത്തെ വർഷം നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം കോൺഗ്രസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമുക്ക് ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് മാത്രം ഉണ്ടായത്. 17 സീറ്റുകളിൽ UDF വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ 6 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. മുന്നണിയിലെ മുൻ ധാരണ പ്രകാരം വർദ്ധിച്ച 2 വാർഡുകൾ വീതം വെക്കണമെന്നായിരുന്നു തീരുമാനം. എന്നാൽ ലീഗ് ഇത് പാലിച്ചില്ല. തുടർന്ന് ചേർന്ന UDF യോഗത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് നൽകാമെന്ന് അറിയിച്ചു. എന്നാൽ വ്യാഴാഴ്ച തിരഞ്ഞെടുപ്പിന് മുൻപായി നടന്ന UDF പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഒരു സ്ഥാനവും കോൺഗ്രസിന് നൽകേണ്ടതില്ലെന്ന നിലപാട് ലീഗ് സ്വീകരിച്ചു. ഇതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനും ബഹിഷ്കരണത്തിനും കാരണമായി. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ ഡിക്ലെയർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ 2 സീറ്റ് കൂടുതൽ വർദ്ധിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസിന് ഒരു സീറ്റും ലീഗിന് ഒരു സീറ്റും ധാരണ ഉള്ളതായിരുന്നു. അപ്പോൾ അത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചവർ കുറേ മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ പ്രാവശ്യം ലീഗ് മത്സരിക്കട്ടെ, അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിച്ചിട്ടുള്ളൊരു ധാരണ വെച്ചു. ആ ധാരണയിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ബ്ലോക്കിൽ വരുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസിന് തരണം എന്ന് പറഞ്ഞു. അത് ധാരണ അംഗീകരിക്കുകയും ചെയ്തതാണ്. ആ അംഗീകാരം ആണ് ഇപ്പോൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ ഈ 2 മണിക്ക്, ഇന്ന് ശരിക്കും 3 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഞങ്ങൾ 1 മണിക്ക് ഞങ്ങൾക്ക് വിവരം തരാമെന്ന് പറഞ്ഞു. 1 മണി കഴിഞ്ഞ് 2 മണിക്കാണ് അവർ പറയുന്നത് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ലീഗ് എടുക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നേതൃത്വമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് ആ പരിപാടിയിൽ, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അംഗങ്ങൾ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളെ അംഗങ്ങൾ 6 അംഗങ്ങൾ മാറി നിന്ന് തെരഞ്ഞെടുപ്പ് നടന്നുണ്ടാവും. ഞങ്ങളെ ആളുകൾ 6 ആളുകൾ മാറി നിന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാതെ ഇരുന്നിരിക്കുകയാണുള്ളത്. ഇതിൽ വിഷയം എന്താ വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ ടീം UDF എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ മാറ്റമൊന്നും വരുന്നില്ല. ഞങ്ങളൊരു അടുത്തൊരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. അത് ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോകും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് 2 പാർട്ടിക്കാരും, ഇവിടെ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ലീഗും കോൺഗ്രസും മാത്രമാണ് UDF എന്ന് പറയുന്ന സംവിധാനത്തിലുള്ളത്. വേറെ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊന്നും പോകുന്നതാണ്. കോൺഗ്രസും ലീഗും ധാരണ ഉണ്ടാക്കിയ ധാരണ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെറ്റിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ ടീം UDF ആയിട്ട് തന്നെ പോകും. അത് ഞങ്ങൾ നേതൃത്വമായി ചർച്ച ചെയ്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു, മെമ്പർമാരോട് മാറി നിൽക്കാൻ പറഞ്ഞു, മാറിയിരുന്നു. ഇനി നാളെ ചിലപ്പോൾ ചർച്ച ചെയ്ത് പിന്നെ ഞങ്ങൾക്കൊന്ന് തരാമെന്ന് പറഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് അതിൽ പങ്കെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമല്ല പല പഞ്ചായത്തുകളും ഇതുപോലെ ധാരണ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളുണ്ട്, അതേപോലത്തെ പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ നാളെയും മറ്റന്നാളായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെയും ഞങ്ങൾ ധാരണ ധാരണ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെയും ഇതുപോലെയുള്ള ഞങ്ങളുടെ പാർട്ടി നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം കോൺഗ്രസ് വിട്ടുനിന്ന തിരഞ്ഞെടുപ്പിൽ 3 അധ്യക്ഷ സ്ഥാനങ്ങളും മുസ്ലിം ലീഗ് സ്വന്തമാക്കി. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി താഴേക്കോട് ഡിവിഷനിൽ നിന്നുള്ള പ്രവീണ ഹബീബിനെയും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി കാര്യവട്ടം ഡിവിഷനിൽ നിന്നുള്ള P. സുബൈറിനെയും തിരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷയായി കീഴാറ്റൂർ ഡിവിഷനിൽ നിന്നുള്ള ഇഫ്രമോളും തിരഞ്ഞെടുക്കപ്പെട്ടു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നഗരസഭ സ്ഥിരസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനം, പൊതുമരാമത്ത് എന്നിവയിൽ 6 വീതവും ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ സ്ഥിരസമിതികളിൽ 5 വീതവും അംഗങ്ങളാണ് ഉള്ളത്. ഇതിലേക്കുള്ള അധ്യക്ഷ തിരഞ്ഞെടുപ്പ് 13-ന് നടക്കും. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ധനകാര്യ സ്ഥിരം സമിതിയിലേക്ക് വനിതാ നോമിനേഷൻ ലഭിക്കാത്തതിനാൽ ബുധനാഴ്ച തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നില്ല. അധ്യക്ഷ സ്ഥാനം നഗരസഭ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണനാണെന്നിരിക്കെ ഈ സമിതിയിലേക്ക് വനിതാ അംഗമായി ആരും നാമനിർദ്ദേശ പത്രിക നൽകാത്തതിൽ തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ചയും നടക്കുകയായിരുന്നു. വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷമായ LDF-ന് മതിയായ അംഗങ്ങൾ ഇല്ലാത്തതിനാൽ ഒരു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടും. ഈ സമിതി പ്രതിപക്ഷമായ UDF-ന് ലഭിക്കാനാണ് സാധ്യത. CCN ചെർപ്പുളശ്ശേരി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർപ്പുളശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ പുതിയ കൗൺസിലർമാർക്കുള്ള സ്വീകരണം നൽകും. മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടക്കും. 33 കൗൺസിലർമാർക്കും നാളെ ചെർപ്പുളശ്ശേരി ടൗണിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് സ്വീകരണം നൽകാം. ആ സ്വീകരണ യോഗത്തിൽ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ബി സപ്പോർട്ട് എന്ന പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വിജയൻ എന്ന വ്യാപാരിക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പരിപാടി കൂടി ഞങ്ങൾ നടത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റിയുടെ ഒരു അഭിമാന അർഹമായ ഒരു പദ്ധതിയാണ് ബി സപ്പോർട്ട് എന്ന പദ്ധതി. ആ പദ്ധതിയിൽ ചെർപ്പുളശ്ശേരിയിൽ മരണപ്പെട്ട വിജയേട്ടൻ്റെ കുടുംബത്തിന് ധനസഹായമായി 10 ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവമായ ഒരു കാര്യം. പാലക്കാട് ജില്ലയിൽ ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷം 13 വ്യാപാരികളാണ് മരണപ്പെട്ടത്. ഈ 13 വ്യാപാരികൾക്കും നാളെ കൊടുക്കുന്ന 10 ലക്ഷത്തോടു കൂടി 1,30 ലക്ഷം രൂപ 2.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ വിതരണം ചെയ്തു. അതോടൊപ്പം ചികിത്സാ സഹായമായി 7 ലക്ഷം രൂപയും ഞങ്ങൾ വിതരണം ചെയ്തു. മൊത്തം 2.5 വർഷം കൊണ്ട് 1,37 ലക്ഷം രൂപ നാളത്തെ 10 ലക്ഷം കൂടി ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ജൈത്രയാത്ര തുടരുന്നത്. ജനുവരി 9 വെള്ളിയാഴ്ച വൈകുന്നേരം 3:30-ന് ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടി നടക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും. ഏകോപന സമിതിയുടെ വി സപ്പോർട്ട് വ്യാപാരി സുരക്ഷ പദ്ധതിയിൽ അംഗമായിരിക്കെ അന്തരിച്ച വ്യാപാരി വിജയന്റെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ മരണാനന്തര സഹായം ചടങ്ങിൽ കൈമാറും. ഈ പദ്ധതിയുടെ വിജയത്തിന്റെ പിന്നോടിയായി കച്ചവടക്കാരെ കുറച്ചുകൂടി ആളുകൾക്ക് ഇതിന്റെ സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ വർഷം ഫെബ്രുവരി മാസം ആദ്യ വാരത്തോടു കൂടി പുതിയൊരു പദ്ധതി കൂടി ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേര് ബി ലൈഫ് എന്നാണ്. നാളെ ആ പദ്ധതിയുടെ വിശദീകരണം കൂടി നമ്മൾ നടക്കുന്ന യോഗത്തിലുണ്ടാവും. പാലക്കാട് ജില്ലയിലെ 15,000-ഓളം കച്ചവടക്കാരെങ്കിലും ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ജില്ലാ കമ്മിറ്റി വിഭാവനം ചെയ്യുന്നത്. ഈ 2 പദ്ധതിയും നടപ്പിലാവുന്നതോടുകൂടി പാലക്കാട് ജില്ലയിലെ കച്ചവടക്കാരന് പ്രയാസം അനുഭവിക്കുന്ന കച്ചവടക്കാരന്റെ മരണം മൂലം ആ കുടുംബത്തിന് വരുന്ന നഷ്ടം, സാമ്പത്തിക നഷ്ടം നികത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നാളെ ചെർപ്പുളശ്ശേരിയിൽ വിശദീകരിക്കുന്ന ബി ലൈഫ് എന്ന പദ്ധതിയിൽ കച്ചവട സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാവുമ്പോൾ
ആ കച്ചവട സ്ഥാപനങ്ങൾക്ക് കൂടി നഷ്ടപരിഹാരം കൊടുക്കുന്നത് കൂടി ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, സെക്രട്ടറി റഷീദ്, യൂണിറ്റ് ട്രഷറർ കേശവൻകുട്ടി, കാസിം എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി സമർത്ഥന ട്രസ്റ്റ് ഫോർ ദി ഡിസബിൾഡിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഫ്രീ ആയിട്ട് 3 മാസത്തെ ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് ആണ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ പ്ലേസ്മെന്റ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും. ഈ 3 മാസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ ഈ കുട്ടികളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്കുള്ള സ്കിൽസ്, അതായത് ഇപ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്താണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. ഇനി സമർത്ഥനത്തെ പറ്റി നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമുണ്ട്. ഇപ്പൊ ഈ അടുത്ത് വിൻ ചെയ്തിരുന്ന ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമാണ് വേൾഡ് കപ്പ് വിൻ ചെയ്തത്. അതും ഫണ്ട് ചെയ്യുന്നതും അതിന്റെ ചെയർമാനുമാണ് മഹന്തേഷ് സാർ. ആളാണ് നമ്മുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സോ സമർത്ഥനത്തെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ കുട്ടികൾ വന്ന് പഠിച്ച് ജോലി നേടി പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ടാലി കോഴ്സും സ്കില്ലിന്റെ സർട്ടിഫിക്കറ്റും അതുകൂടാതെയാണ് നമ്മുടെ ഒരു കോഴ്സ് കണ്ടീഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. 3 മാസത്തെ റീറ്റെയിൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. എറണാകുളം നോർത്ത് പറവൂരിനടുത്തുള്ള ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം നടക്കുക. പഠനം, താമസം, ഭക്ഷണം, പഠനോപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും സൗജന്യമാണ്. SSLC അടിസ്ഥാന യോഗ്യതയുള്ള 18-നും 33-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ജോലി ഉറപ്പാക്കുമെന്ന് ഭാരവാഹികളായ PT ആഷിഖ്, U യദുകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN മലപ്പുറം. KSTA മലപ്പുറം ജില്ലാ സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ നടക്കും. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക കേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുകയെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ 9-ന് വൈകുന്നേരം പതാക, കൊടിമര, ദീപശിഖ ജാഥകളുടെ സംഗമം നടക്കും. തുടർന്ന് പൊതുസമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ ഫോറ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം മുൻ MLA CK ശശീന്ദ്രൻ നിർവഹിക്കും. ഉച്ചയ്ക്ക് 12:30-ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 9:30-ന് പൊതുചർച്ച നടക്കും. തുടർന്ന് വൈജ്ഞാനിക സമൂഹവും നവകേരളവും എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് സംസാരിക്കും. പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് സമാപനമാകും. ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ പ്രയാസം സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തനത് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിയും വിധമുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ സമ്മേളനങ്ങൾ, അത് സബ് ജില്ലാ സമ്മേളനങ്ങൾ മുതൽ തുടങ്ങി ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നടക്കുന്ന ഈ സമ്മേളനം മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. സമ്മേളനം 10-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രതിനിധി സമ്മേളനം നമ്മുടെ മുൻ MLA വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവുമായിട്ടുള്ള ശ്രീ CK ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുക. സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതാക, കൊടിമര ജാഥി പ്രകടനവും അതിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനവും 9-ാം തീയതി വെള്ളിയാഴ്ച അരീക്കോട് വെച്ച് നടക്കും. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് M ശിവപ്രസാദാണ്. അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ ഭാഗമായി 11-ാം തീയതി ഞായറാഴ്ച 11 മണിക്ക് നടക്കുന്ന നവകേരളവും വൈജ്ഞാനിക സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ C രവീന്ദ്രനാഥ് അതിൽ പ്രഭാഷണം നടത്തും. അതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ES അജിത് ലൂക്ക്, RK ബിനു, A വിശ്വംഭരൻ, CT ശ്രീജ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രധാന സ്ഥിരസമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. വികസനം, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ സമിതികളിലേക്കാണ് വോട്ടെടുപ്പിലൂടെ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചത്. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ 3 അംഗങ്ങൾ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചു.
തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ 3 പേർ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി താഴേക്കോട് ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റബീന ഹബീബും, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി കാര്യവട്ടം ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പി സുബൈറും, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷയായി കിഴാറ്റൂർ ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇഫ്രാമോളും തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായ മുസ്ലിം ലീഗ് നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നടപ്പിലാക്കിയ അശാസ്ത്രീയ ട്രാഫിക് സിഗ്നൽ സംവിധാനം മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. പുതിയ പരിഷ്കാരം വന്നതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിരത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഗതാഗതക്കുരുക്ക് മൂലം സമയബന്ധിതമായി ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പുകൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പലപ്പോഴും ട്രിപ്പുകൾ മുടങ്ങുന്നത് ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. നഷ്ടപ്പെട്ട സമയം നികത്താനായി തൊഴിലാളികൾക്ക് അപകടകരമായ രീതിയിൽ അതിവേഗത്തിൽ ബസ് ഓടിക്കേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നും പരാതി ഉയരുന്നുണ്ട്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇവിടെ ഈ ബൈപ്പാസ് ജംഗ്ഷനിൽ, കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ മെയിൻ ജംഗ്ഷനായിട്ട് ബൈപ്പാസ് റൂട്ടിലൊരു സിഗ്നലുണ്ട്. ഈ സിഗ്നൽ ദീർഘനാളായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ഭാഗത്തേക്ക് ബസ്സുകൾക്ക് തിരിഞ്ഞു പോകാനുള്ള, വണ്ടികൾക്ക് തിരിഞ്ഞു പോകാനുള്ള ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. മുമ്പൊക്കെ ഇത് തുറന്ന സമയത്ത്, ഈ സിഗ്നൽ തുറന്ന സമയത്ത് ബസ് തൊഴിലാളി യൂണിയൻ എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ട് അത് നിർത്തിവെച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സുകൾ ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട 8 റൂട്ടിലേക്ക് ബസ്സുകൾ കടന്നു പോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് ഇവിടെ. കാരണം ഇവിടെ ഒരു അര മിനിറ്റ് ട്രാഫിക് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 5-8 ബസ്സുകൾ ഒരുമിച്ച് കയറി വരികയും ആ ബസ്സുകൾക്ക് പിന്നെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് തുടർന്ന് സർവീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ സിഗ്നൽ മറികടന്ന് നേരെ അങ്ങോട്ട് പോയാൽ അങ്ങാടിപ്പുറത്ത് പോയാൽ അവിടെയും ബ്ലോക്കാണ്, തിരിഞ്ഞ് ഇങ്ങോട്ട് പോയാൽ ഇവിടെ അടുത്തൊരു സിഗ്നലുണ്ട്. ഇത് കാരണം ബസ്സുകൾക്ക് കൃത്യമായി ടൈം അനുസരിച്ച് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നൊക്കെ ഞങ്ങളത് എതിർത്ത് പോന്നിരുന്നതും അതങ്ങനെ നിർത്തിവെച്ചിരുന്നതും. ഇപ്പോൾ ഇത് ഒരു ഏകപക്ഷീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിഗ്നൽ ഇവിടെ ഓണാക്കിയിട്ടുണ്ട്. ഈ ഓണാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകാർ മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കൊക്കെ വീക്ഷിച്ചാൽ മനസ്സിലാവുന്നത് വളരെ ആ ഒരു സിഗ്നൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടികൾ കെട്ടിക്കിടക്കുകയാണ്. അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വണ്ടികൾ കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലൂടെ വേണം ഞങ്ങൾ ബസ് തൊഴിലാളികൾക്ക് ഇതിനൊരു സർവീസ് നടത്താൻ. വളരെ പ്രയാസമുണ്ട്. കാരണം അത് ദീർഘനാളായിട്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളോട് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫ്രീ ലെഫ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഈ സിഗ്നൽ ഓണാക്കിക്കൊള്ളിയിരുന്നു. പക്ഷേ ഇതുവരെ ആ ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ വേണ്ട ഒരു നടപടിയും ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിലേക്കാൾ ഉപരി ഒരു ഏകപക്ഷീയമായ നിലപാടിലൂടെ ഒരു അശാസ്ത്രീയമായ ഒരു സിഗ്നൽ സംവിധാനമാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് ജംഗ്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ ശക്തമായി ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരുന്നത് ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫ്രീ ലെഫ്റ്റ് വെച്ചതിന് ശേഷം അവർ ഈ സിഗ്നൽ സംവിധാനം വരുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ലെന്നാണ്. ജില്ലാ സെക്രട്ടറി അനിൽ കുറുപ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് മാടാല മുഹമ്മദ് അലി, ഏരിയ സെക്രട്ടറി ഹംസ, ജില്ലാ കമ്മിറ്റി അംഗം അലി പയ്യനാടൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം ചെറുപുഴയിലെ രൂക്ഷമായ മലിനീകരണ ഭീഷണി തടയാൻ കർശന നടപടിയുമായി അധികൃതർ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും പെരിന്തൽമണ്ണ നഗരസഭയുടെയും കൂട്ടായ നേതൃത്വത്തിൽ ചേലുള്ള ചെറുപുഴ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടിയും തുടങ്ങും. ചെറുപുഴയിൽ മാലിന്യം തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജലം മലിനമാവുകയും പ്രദേശത്ത് രൂക്ഷമായ ശുദ്ധജല പ്രശ്നത്തിന് വരെ കാരണമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് സഭയുടെ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യോഗം. ബോധവൽക്കരണ ക്യാമ്പയിൻ ഈ മാസം 20 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ചെറുപുഴയോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും സമീപ വീടുകളിലും നേരിട്ടെത്തി ബോധവൽക്കരണം നടത്തും. പുഴയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. CCN പെരിന്തൽമണ്ണ. പാണ്ടിക്കാട് കുറ്റിപ്പുളിയിൽ വീട് കയറി ആക്രമിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഡിസംബർ 29 ഉച്ചയ്ക്ക് ചക്കാലക്കുന്നൻ അബ്ദുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി KV അനീസ്, കല്ലായി സ്വദേശി ചക്കക്കടവ് അബ്ദുൾ റാഷിഖ്, പന്തീരങ്കാവ് സ്വദേശി കൊല്ലക്കാരൻ നിജാസ്, കൊയിലാണ്ടി സ്വദേശി കാളക്കാടി മുഹമ്മദ് ആരിഫ്, മാറാട് സ്വദേശി മുഹമ്മദ് ഷെഫീർ എന്നിവരാണ് വീട്ടിൽ കയറി വീട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. വീട്ടുകാർ ബഹളം വച്ചതോടെ നാട്ടുകാർ ഓടിയെത്തുകയും അനീസിനെ പിടികൂടുകയും ചെയ്തു. അനീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു 4 പേരെയും പിന്നീട് ഇതിനു പിന്നിലെ ആസൂത്രകരായ കോഴിക്കോട് പൊക്കുന്ന്
സ്വദേശി VT അബ്ദുൾ റൌഫ്, മഞ്ചേരി പുല്ലാര സ്വദേശികളായ പാങ്ങോട്ടിൽ ഉമ്മർ, കൊണ്ടോട്ടിപ്പറമ്പിൽ സവാദ്, മമ്പാട് സ്വദേശി കളമ്പത്ത് മുഹമ്മദ് ഷിഹാൻ, ഓടായിക്കൽ സ്വദേശി പനയന്തൊടിക അഫിൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. അബ്ദുവിന്റെ വീട്ടിൽ 10 കോടി രൂപയുണ്ടെന്നറിഞ്ഞാണ് സംഘം കവർച്ചയ്ക്കെത്തിയത്. 10 കോടി രൂപ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചും പ്രതികൾക്ക് അബ്ദുവിന്റെ കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചും പോലീസിന് ലഭിച്ച വിവരം പുറത്തുവിട്ടിട്ടില്ല. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തിരഞ്ഞെടുപ്പിലെ അവഗണനയെ ചൊല്ലി UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പ് വരെ ടീം UDF എന്നും ജയിച്ചു കഴിഞ്ഞാൽ ടീം ലീഗ് എന്നുമുള്ള സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി നഗരസഭാ സ്ഥിരസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനം, പൊതുമരാമത്ത് എന്നിവയിൽ 6 വീതവും ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, വിദ്യാഭ്യാസകാര്യം എന്നീ സ്ഥിരസമിതികളിൽ 5 വീതവും അംഗങ്ങളാണുള്ളത്. ഇതിലേക്കുള്ള അധ്യക്ഷ തിരഞ്ഞെടുപ്പ് 13-ന് നടക്കും. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ ട്രാഫിക് സിഗ്നൽ സംവിധാനം മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. പുതിയ പരിഷ്കാരം വന്നതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിരത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. അങ്ങാടിപ്പുറം ചെറുപുഴയിലെ രൂക്ഷമായ മലിനീകരണ ഭീഷണി തടയാൻ കർശന നടപടിയുമായി അധികൃതർ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും പെരിന്തൽമണ്ണ നഗരസഭയുടെയും കൂട്ടായ നേതൃത്വത്തിൽ കേലുള്ള ചെറുപുഴ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടിയും തുടങ്ങും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.